Next topic is the length of air gap in an induction motor. Air gap, induction motor air gap length. Induction motor air gap length എന്ന് പറഞ്ഞാൽ the gap between the stator and the rotor. സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയ്ക്കുള്ള ആ ഗ്യാപ്പാണ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത്. എല്ലാ റൊട്ടേറ്റിംഗ് ഇലക്ട്രിക്കൽ മെഷീൻസിനും ഈ സ്റ്റേറ്ററിനും റോട്ടറിനും ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. ആ എയർ ഗ്യാപ്പ് ലെങ്ത് അത് യൂണിഫോം ആയിരിക്കണം. അത് മൊത്തത്തിൽ സർക്കംഫറൻസ് അതിൽ ഒരേപോലെ ആയിരിക്കണം. ഗ്യാപ്പ് ലെങ്ത് ഒരിടത്ത് കൂടി ഒരിടത്ത് കുറയാനും പാടില്ല. അപ്പം ഇൻഡക്ഷൻ നമ്മൾ ഡി സി മെഷീൻ പഠിച്ചു, സിൻക്രണസ് മെഷീൻ പഠിച്ചു, ഇൻഡക്ഷൻ മോട്ടർ പഠിച്ചു. ഇതിനകത്ത് എല്ലാം നോക്കുമ്പോഴേ ഇൻഡക്ഷൻ മോട്ടറിലെ പ്രിൻസിപ്പിളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എയർ ഗ്യാപ്പ് ലെങ്ത് കുറവായിരിക്കണം എന്നുള്ളത്. കാരണം ഇത് ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. നമ്മൾ സ്റ്റേറ്ററിൽ സപ്ലൈ കൊടുക്കുന്നു, ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുന്നു, അത് റോട്ടറിൽ ആ പവർ പോകുന്നു, റോട്ടറിലേക്ക് പവർ പോകുന്നു ഇൻഡക്ഷൻ വഴിയാണ്. അപ്പോൾ ഈ എയർ ഗ്യാപ്പ് ലെങ്ത് എത്ര കുറഞ്ഞിരിക്കുമോ അത്രയും നല്ലതാണ്. നമുക്ക് എത്ര കുറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ റേഞ്ചിലാണ്. അപ്പം പ്രാക്ടിക്കലി ദ ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് ഓഫ് എൻ ഇൻഡക്ഷൻ മോട്ടർ വേരീസ് ഫ്രം 0.5 mm to 1.5 mm. അപ്പോൾ മാക്സിമം വരാവുന്ന ഒരു 1.5 mm ആണ്. അപ്പോൾ 1.5 mm എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നമുക്ക് അറിയാം. അപ്പം വളരെ അത് മെക്കാനിക്കലായിട്ട് എങ്ങനെയാണ് ചെറിയ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് അതൊരു പ്രശ്നം തന്നെ, ചലഞ്ച് തന്നെ. ഇനി എയർ ഗ്യാപ്പ് ലെങ്തിൻ്റെ അത് എന്തിനൊക്കെ അനുസരിച്ചാണ് എയർ ഗ്യാപ്പ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ദ എയർ ഗ്യാപ്പ് ലെങ്ത് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടോർ ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ഇറ്റ്സ് പെർഫോമൻസ്. അപ്പം എയർ ഗ്യാപ്പ് ലെങ്ത് മോട്ടറിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസിനെ സ്വാധീനിക്കും. The following factors influence the length of air gap in an induction motor. അപ്പോൾ താഴെ പറയുന്ന ഫാക്ടേഴ്സ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ എയർ ഗ്യാപ്പ് ലെങ്ത് എത്ര വേണമെന്നുള്ളതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പവർ ഫാക്ടറാണ്. ദ ഫസ്റ്റ് ഫാക്ടർ, പവർ ഫാക്ടർ എങ്ങനെയാണ് എയർ ഗ്യാപ്പ് ലെങ്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതിനെ സ്വാധീനിക്കുന്നത്. ദ മാഗ്നറ്റിക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എയർ ഗ്യാപ്പ് ആൻഡ് അയൺ പാർട്ട്. അപ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഫ്ലക്സിൻ്റെ പാത്താണ്, ഫ്ലക്സ് പോകുന്ന പാത്താണ്. ഫ്ലക്സ് പോകുന്ന പാത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡക്ഷൻ മോട്ടറിൽ ഫ്ലക്സ് പോകുന്ന പാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റർ, അപ്പം ഇതിനകത്ത് റോട്ടർ, ഇപ്പോൾ യൂണിഫോമായിട്ട് വരയ്ക്കുന്നതിനകത്ത് ഒരു വ്യത്യാസം, യൂണിഫോം ആയിരിക്കും എല്ലായിടത്തും മൊത്തത്തിൽ അറൗണ്ട് ദി എൻറ്റയർ സർക്കംഫറൻഷ്യൽ ലെങ്ത് ഈ ഗ്യാപ്പ് ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്മളൊരു 2 പോളുള്ള മെഷീൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫ്ലക്സിൻ്റെ പാത്ത് എങ്ങനെയായിരിക്കും? ഇവിടെയാണ് നമ്മുടെ കണ്ടക്ടേഴ്സ് ഇരിക്കുന്നത്, സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് ഇരിക്കുന്നത്. ഇതാണല്ലോ ഫ്ലക്സിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചുറ്റാകെ ഉണ്ട് സ്റ്റേറ്റർ കണ്ടക്ടേഴ്സ് ഇസ് ദർ ഓൾ അറൗണ്ട് ദ ഇന്നർ പെരിഫറി ഓഫ് ദ സ്റ്റേറ്റർ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്ലോട്ട്സ് പെർ പോൾ പെർ ഫേസ്. ഇപ്പോൾ 2 പോളുള്ള ഒരു മെഷീൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മുകളിലുള്ള പകുതി കണ്ടക്ടേഴ്സാണ് നോർത്ത് പോളിന് സമാനമായിട്ട് ഫ്ലക്സ് ഉണ്ടാക്കുന്നത്, താഴെയുള്ള പകുതി കണ്ടക്ടേഴ്സാണ് സൗത്ത് പോളിന് സമാനമായിട്ടുള്ള ഫ്ലക്സ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോൾ ഇവിടെയും നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അപ്പോൾ ഫ്ലക്സ് നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിൽ ഫിസിക്കൽ പോൾസ് ഇല്ല, ആക്ച്വൽ പോൾസ് ഇല്ല. പക്ഷേ പോൾസ് ഉണ്ടാക്കുന്നതിന് സമാനമായിട്ട് ഫ്ലക്സ് ഉണ്ടാക്കും. ഒരു നോർത്ത് പോൾ ഇവിടെ ഒരു സൗത്ത് പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഫ്ലക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നോർത്ത് പോളിൽ നിന്ന് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സൗത്ത് പോൾ കയറും. അത് മൊത്തത്തിൽ ഇവിടെ ഇങ്ങനെയാണല്ലോ, നോർത്ത് പോൾ ഇവിടെയും സൗത്ത് പോൾ. ഇനി ഈ ഭാഗത്തൊക്കെ ഫ്ലക്സ്, ആ ഫ്ലക്സ് പാത്ത് കംപ്ലീറ്റ് ആണ്, അതാണല്ലോ.
അപ്പോൾ ഇവിടെ വരുന്ന പകുതി ഫ്ലക്സ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ പോകും. പകുതി ഫ്ലക്സ് വിൽ ടേക്ക്, ഹാഫ് ഓഫ് ദ ഫ്ലക്സ് വിൽ ടേക്ക് ദിസ് പാത്ത്, ദിസ് പാത്ത്, ഇങ്ങനെ പകുതി ഫ്ലക്സ് ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റേറ്റ് കോറാണ്. ദിസ് ഈസ് ദ സ്റ്റേറ്റ് കോർ. അപ്പോൾ പകുതി ഫ്ലക്സ്. അപ്പോൾ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. നോർത്ത് പോൾ മുകളിലും സൗത്ത് പോൾ താഴെയാണെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഫ്ലക്സ് ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. പകുതി ഫ്ലക്സ് ഇവിടെയുള്ളതിൽ പകുതി ഫ്ലക്സ് ഇതുവഴി ഇടത്തൂടെ കംപ്ലീറ്റ് ചെയ്യും. ഇടത്തൂടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മുടെ ഫ്ലക്സ് പാത്ത്. ദ ഫ്ലക്സ് പാത്ത് വിൽ ബി പാത്ത് ഓഫ് ദ ഫ്ലക്സ്. ഇതാണ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലക്സ് ലൈനിൻ്റെ പാത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഭൂരിഭാഗവും അയൺ പോർഷനാണ്. ഇത് ഇത്രയും സ്റ്റേറ്ററിൻ്റെ ഭാഗത്തുള്ള അയൺ പോർഷൻ. അത് കഴിഞ്ഞാൽ റോട്ടർ പോർഷൻ ഉണ്ട്. ദിസ് ദ റോട്ടർ, അവിടെയും കുറച്ച് അയൺ പോർഷനുണ്ട്. പിന്നെ എയർ ഗ്യാപ്പ് ഉണ്ട്. ദിസ് ദ എയർ ഗ്യാപ്പ്. സോ ദ മാഗ്നറ്റിക് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് അയൺ പോർഷൻ, ഈ സ്റ്റേറ്റർ അയൺ പോർഷൻ, ഈ റോട്ടറിൻ്റെ അയൺ പോർഷൻ, പ്ലസ് ഈ രണ്ട് എയർ ഗ്യാപ്പ്, ഇവിടെ മുകളിലുള്ള എയർ ഗ്യാപ്പും താഴെയുള്ള എയർ ഗ്യാപ്പും. So the magnetic circuit consists of the stator iron portion, the air gap lengths, plus the rotor iron portion. ഇത്രയുമാണ്. അപ്പോൾ നമുക്കറിയാം ഈ എയർ ഗ്യാപ്പിന് ഇതിൻ്റെ റിലക്റ്റൻസ്, ഫ്ലക്സിനെ കടത്തിവിടാനുള്ള കഴിവ്, അത് പെർമിയബിലിറ്റി എന്ന് പറയും. പെർമിയബിലിറ്റി വളരെ കുറവാണ് എയർ ഗ്യാപ്പിന്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ എ മ്യൂ. എൽ ഡിവൈഡഡ് ബൈ എ മ്യൂ. ഈ മ്യൂ എന്ന് പറയുമ്പോൾ അത് നമ്മൾ വീണ്ടും ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പെർമിയബിലിറ്റി, അബ്സല്യൂട്ട് പെർമിയബിലിറ്റീസ്, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്യൂം ഇൻറ്റു ദ റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ. മ്യൂ മീ ആർ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു മ്യൂ ആർ. ഈ മ്യൂ ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയും. ഇതെല്ലാം മാഗ്നറ്റിസത്തിലെ ഫണ്ടമെൻ്റൽസാണ്. അപ്പം ദ റിലക്റ്റൻസ് ഈസ് എൽ ബൈ എ മ്യൂ, വെർ മ്യൂ ഇസ് ദ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ പറയുമ്പോൾ ഫ്ലക്സിനെ കടത്തിവിടാനുള്ള കഴിവാണ് ഒരു മീഡിയത്തിൻ്റെ. അപ്പം ഇവിടെ എയർ ഗ്യാപ്പിന് ഫ്ലക്സിനെ കടത്തിവിടാൻ എന്ത് കഴിവുണ്ട്? ഇവിടെ ഈ അയൺ പോർഷൻ ഫ്ലക്സിനെ കടത്തിവിടാൻ എന്ത് കഴിവുണ്ട്? ഈ എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അയൺ പോർഷൻ്റെ ഫ്ലക്സിനെ കടത്തിവിടുന്ന കഴിവെന്ന് പറഞ്ഞാൽ 700, 800, 1000, 1200 അതിൽ കൂടുതലൊക്കെയാണ്. സോ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വാളിറ്റി ഓഫ് ദ മാഗ്നറ്റിക് മെറ്റീരിയൽ. അതാണ് എയറിൻ്റെ ഫ്ലക്സിനെ കടത്തിവിടാനുള്ള കഴിവ് ഒന്നാണെങ്കിൽ ഈ അയണിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി 1000 നമ്മൾ എടുക്കണം, 1000 മടങ്ങ് കൂടുതലാണ് അയണിൻ്റെ. അതാണ് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. സോ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ദി പെർമിയബിലിറ്റി ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ദ പെർമിയബിലിറ്റി ഓഫ് എയർ. അതാണ് മ്യൂ ആർ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ഈസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഹാസ് ഗോട്ട് ദി എബിലിറ്റി ഓവർ ദാറ്റ് ഓഫ് എയർ. അപ്പോൾ നമുക്കറിയാം അയണിനെ സംബന്ധിച്ച് 700 മുതൽ അത് വേരി ചെയ്യും. നല്ല സിലിക്കൺ സ്റ്റീൽ, നല്ല ഹൈ ക്വാളിറ്റി ഒക്കെ ആകുമ്പോഴത് 1000 മുകളിൽ പോകും. അപ്പോൾ ഇവിടെ പെർമിയബിലിറ്റി കുറയും തോറും എന്താ സംഭവിക്കുക? ദ പെർമിയബിലിറ്റി റെഡ്യൂസസ്, ദ റിലക്റ്റൻസ് ഇൻക്രീസസ് എൽ ബൈ എ മ്യൂ. മ്യൂ എന്ന് പറഞ്ഞാൽ താഴെയായി ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ അയൺ പോർഷൻ്റെ റിലക്റ്റൻസിനെ അപേക്ഷിച്ച് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മളിവിടെ മില്ലിമീറ്റർ റേഞ്ചിലാണ് ഇവിടെ നമ്മൾ എയർ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ സ്വാധീനം ചെലുത്തും, വളരെ കൂടുതൽ. അപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പോലെ. ഈ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് അനലോഗസ് ടു, ഇപ്പോൾ ഇവിടെ ഒരു MMF ഉണ്ട്,
എം എം എഫ് ഈസ് അനലോഗസ് ടു അവർ ഇ എം എഫ്. പിന്നെ ഈ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് മുകളിലത്തെ, പിന്നെ സ്റ്റേറ്റർ അയൺ പോർഷൻ്റെ റിലക്റ്റൻസ്, പിന്നെ താഴെ പിന്നെ വീണ്ടും നമുക്ക് താഴത്തെ എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ്, പിന്നെ ആ റോട്ടർ പോർഷനിലെ റിലക്റ്റൻസ്, ഇതെല്ലാം കൂടെ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് ഇലക്ട്രിക് സർക്യൂട്ടിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ മാഗ്നറ്റിക് സർക്യൂട്ട് എന്നത്. അപ്പോൾ ഈ റിലക്റ്റൻസുകളിൽ ഇപ്പം അയൺ പോർഷൻ്റെ റിലക്റ്റൻസ് ഇത് രണ്ടുമാണ്, സ്റ്റേറ്റർ അയൺ പോർഷൻ്റെയും റോട്ടർ അയൺ പോർഷൻ്റെയും. ഈ മുകളിലും താഴെയുള്ള എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ നമ്മളൊരു ഇ എം എഫ് അപ്ലൈ ചെയ്താൽ അതിൻ്റെ ഈ പൊട്ടൻഷ്യൽ ഡ്രോപ്സ്, റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്സ്, റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യും. അതേമാതിരി ഇവിടെയും ഇവിടെ നമ്മളൊരു മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എം എം എഫ്, അതാണല്ലോ ഫ്ലക്സിനെ കടത്തിവിടുന്ന സോഴ്സ്. അപ്പം ഇവിടെ ഇതിൻ്റെ എയർ ഗ്യാപ്പിൻ്റെ റിലക്റ്റൻസ് കൂടുതലായതുകൊണ്ട് ഇവിടെ എം എം എഫ് കൂടുതൽ ഇവിടെ വേണ്ടി വരും. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ സിഗ്നിഫിക്കൻസ് പിന്നെ പറയാം. അപ്പോൾ അത് നമ്മൾ നോക്കാം ഇനി എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് the magnetic circuit consists of the magnetic circuit consists of air gap and iron part. Owing to the high reluctance of the air gap, the MMF required for the air gap is much more than that required for the iron portion. എയർ ഗ്യാപ്പിൽ വേണ്ടി വരുന്ന എം എം എഫ്, എയർ ഗ്യാപ്പിൽ കൂടെ ഫ്ലക്സ് കടത്തി വിടാനുള്ള ആവശ്യമായിട്ടുള്ള എം എഫ് എന്ന് പറഞ്ഞാൽ അയൺ പോർഷനിൽ വേണ്ടുന്ന എം എഫിനേക്കാൾ വളരെ കൂടുതലാണ്. That required for the iron portion. The MMF required for sending the flux through the air gap is proportional to the product of flux density and the length of air gap. അതെങ്ങനെയാണ്? നമുക്കറിയാം എം എം എഫ് ബൈ ഫ്ലക്സ് എന്ന് പറയുന്ന റിലക്റ്റൻസാണ്, ഇ എം എഫ് ബൈ കറണ്ട് എന്ന് പറയുന്ന റെസിസ്റ്റൻസാണ്. അതിന് അനലോഗസ് ആയിട്ട് നമുക്കിവിടെ മാഗ്നറ്റിക് സർക്യൂട്ടിലെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എം എം എഫ് അത് ഇ എം എഫിന് അനലോഗസാണ്, സമാനമാണ്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ കറണ്ടിന് സമാനമാണ്. അപ്പം ഇ ബൈ ഐ ഈക്വൽ ടു റെസിസ്റ്റൻസ് എന്നുള്ളതുപോലെ എം എം എഫ് ബൈ ഫ്ലക്സ് ഈക്വൽ ടു റിലക്റ്റൻസ്. ഇതിൽ നമുക്ക് എം എം എഫ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഇൻറ്റു റിലക്റ്റൻസ് എന്ന് കിട്ടും. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഓഫ് ദി മാഗ്നറ്റിക് പാത്ത്, ഏരിയ ഓഫ് ദ ഫ്ലക്സ് പാത്ത്, ബി ഇൻറ്റു എ. വീണ്ടും റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ഗ്യാപ്പ്, ലെങ്ത് ഡിവൈഡഡ് ബൈ എ മ്യൂ, നേരത്തെ എഴുതി കാണിച്ചു. ഇതിനകത്ത് എ യും ക്യാൻസലായി കഴിഞ്ഞാൽ നോക്കണം, നമുക്ക് എഴുതാം മ്യൂ എന്ന് പറഞ്ഞാൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഈക്വൽ സൈൻ ദിസ് ഈക്വൽ സൈൻ ബിക്കംസ് this equal sign when converted to proportionality, this LG, this mu can be ignored. So we can write MMF proportional to B into LG, flux density into length of air gap. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് the MMF required for sending the flux through the air gap is proportional to the product of flux density and the length of air gap. Hence more magnetizing current is drawn by the machine when the air gap length is more. അപ്പോൾ കൂടുതൽ ഫ്ലക്സ് ഉണ്ടാക്കണം, കൂടുതൽ എം എം എഫ് കൊടുക്കണം. എയർ ഗ്യാപ്പിൽ കൂടെ കൂടുതൽ ഫ്ലക്സ് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എം എം എഫ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊവൈഡ് ചെയ്യണം കൂടുതൽ എം എം എഫ് പ്രൊവൈഡ് ചെയ്യണം ഫ്ലക്സ് കൂടുതൽ വേണമെങ്കിൽ. അപ്പോൾ ലെങ്ത് കൂടുന്നതനുസരിച്ച് കൂടുതൽ എം എം എഫ് അവിടെ പോകും. ഒരു പർട്ടിക്കുലർ ഫ്ലക്സ് ഡെൻസിറ്റിക്ക് എം എഫ് ആവശ്യമായി വേണ്ടത് എം എം എഫ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ എൽ ജി. അപ്പോൾ ലെങ്ത് കൂടുന്നതനുസരിച്ച് എം എഫ് കൂടുതൽ കൊടുക്കണം. എങ്ങനെ എം എഫ് കൂടുന്നത്? എം എഫ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റൈസിങ് കറണ്ട് കൂട്ടണം. സോ ദ മാഗ്നറ്റൈസിങ് കറണ്ട് റിക്വയർഡ് ഈസ് മോർ. അപ്പോൾ എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുന്നതനുസരിച്ച് വി നീഡ് ടു പ്രൊവൈഡ് മോർ മാഗ്നറ്റൈസിങ് കറണ്ട്. ഇനി മാഗ്നറ്റൈസിങ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം? സി കമ്പയർ ടു കേസസ്. നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫേസർ ഡയഗ്രമാണ് വിത്ത് യൂഷ്വൽ നൊട്ടേഷൻ. സ്റ്റേറ്ററിൽ കൊടുക്കുന്ന വോൾട്ടേജ് takes a small no load current I0. അതിന് കമ്പോണൻ്റ് ഉണ്ട്, മാഗ്നറ്റൈസിങ് കറണ്ടും ഇവിടെ വർക്കിംഗ് കമ്പോണൻ്റ് ഉണ്ട്. വർക്കിംഗ് കമ്പോണൻ്റ് ഇവിടെ കാണിച്ചിട്ടില്ല. മാഗ്നറ്റൈസിങ് കമ്പോണൻ്റ് പ്രൊഡ്യൂസസ് ദ ഫ്ലക്സ്, മ്യൂച്വൽ ഫ്ലക്സ്. ഇനി when we take a load, when there is rotor current I2,
സെക്കൻഡറി കറണ്ട് പോലെ ട്രാൻസ്ഫോമറിലെ നമ്മൾ ഫേസർ ഡയഗ്രം പ്രൈമറി കറണ്ട് I1 എന്ന് പറഞ്ഞാൽ I2 ദിസ് കറണ്ട് ഈസ് I2 I0 ആൻഡ് I2 സമ്മാണ് I1 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റേറ്റർ കറണ്ട് ഇങ്ങനെ കിട്ടും. ദ ആംഗിൾ ബിറ്റ്വീൻ ദി അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ദ കറണ്ട് സ്റ്റേറ്റർ കറണ്ട് ഈസ് ദ പവർ ഫാക്ടർ ആംഗിൾ ∅1. ഇതിൻ്റെ കൊസൈനാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് വെൻ ദ മാഗ്നറ്റൈസിങ് കറണ്ട് ഈസ് മോർ, മാഗ്നറ്റൈസിങ് കറണ്ട് കൂടുതലാകുമ്പോഴേ ഈ I0 നോ ലോഡ് കറണ്ടും മാഗ്നറ്റൈസിങ് കറണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ആണെങ്കിൽ, കാരണം ഇതുമായിട്ട് വളരെ അടുത്താണ്, I0 IM വളരെ അടുത്തായതുകൊണ്ട് ഇൻ്റർചേഞ്ചബിളായിട്ട് ചിലപ്പോൾ ഇതിനെയും മാഗ്നറ്റൈസിങ് കറണ്ട് എന്ന് പറയും. സോ വെൻ I0 ഈസ് മോർ കറസ്പോണ്ടിങ് IM ഓൾസോ മോർ, വെൻ I0 ഈസ് മോർ, അപ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ട് കൂടുതലാകുമ്പോഴേ, നോ ലോഡ് കറണ്ട് കൂടുതലാകുമ്പോഴേ എന്ത് സംഭവിക്കും സ്റ്റേറ്റർ കറണ്ടിന്? ഫോർ ദ സെയിം റോട്ടർ കറണ്ട് I2 ദിസ് ഈസ് I2 ഫോർ ദ സെയിം I2 ഇവിടെ ഈ I2 കൂടുന്നില്ല, സെയിം I2 ആണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കറണ്ട് I0 കൂടുതലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ് I1 കൂടുതലായി, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വെക്റ്റർ സമാണല്ലോ. കംപ്ലീറ്റ് ദ പാരലോഗ്രാം. I1 ഹാസ് ഇൻക്രീസ്ഡ്. I1 കൂടിയെന്ന് മാത്രമല്ല, സി ദ പവർ ഫാക്ടർ ആംഗിൾ ഇൻ ദിസ് കേസ് ഹാസ് ഓൾസോ ഇൻക്രീസ്ഡ്. ഇവിടെ കുറവാണ്, ഈ ആംഗിൾ കൂടുതലാണ്. അപ്പോൾ ഈ I0 കൂടുമ്പോൾ, I0 എന്തുകൊണ്ടാണ് കൂടുന്നത്? എയർ ഗ്യാപ്പ് ലെങ്ത് കൂടുമ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ട് കൂടും. അപ്പോൾ I0 കൂടുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ വ്യത്യസ്തമായ I1 സ്റ്റേറ്റർ കറണ്ട് I1 ഓൾസോ ഇൻക്രീസസ്. നോട്ട് ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് I1 ഇൻക്രീസസ്, ബട്ട് ദ പവർ ഫാക്ടർ ആംഗിൾ ഓൾസോ ഇൻക്രീസസ്. പവർ ഫാക്ടർ ആംഗിൾ ∅2 കൂടുമ്പോൾ കൊസൈൻ ഓഫ് ∅2, വാട്ട് ഈസ് ദ പവർ ഫാക്ടർ? പവർ ഫാക്ടർ കുറയും. അപ്പോൾ മാഗ്നറ്റൈസിങ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ, മെഷീൻ എടുക്കുന്ന കറണ്ട് കൂടും. ദ കറണ്ട് വിച്ച് ദ മെഷീൻ ഡ്രോസ് ഫ്രം ദ സപ്ലൈ വിച്ച് ഇസ് I1 ഇൻക്രീസസ്. നോട്ട് ഓൺലി ദാറ്റ്, ദ പവർ ഫാക്ടർ റെഡ്യൂസസ് because of this increase in angle, cos phi, that reduces. അപ്പോൾ അതാണ് കുഴപ്പം. The magnetizing current in case B is more than that in case A, and consequently there is increase in primary current I1 as well as the power factor angle ∅2. This leads to decrease in power factor because of greater air gap length. അപ്പോൾ ഗ്രേറ്റർ എയർ ഗ്യാപ്പ് ലെങ്ത് ആയിക്കഴിഞ്ഞാൽ, കൂടുതൽ എയർ ഗ്യാപ്പ് ലെങ്ത് ആയിക്കഴിഞ്ഞാൽ കറണ്ട് കൂടും, പവർ ഫാക്ടർ കുറയും. ഇത് രണ്ടുമാണ് അതിനകത്തെ പോയിൻ്റ്. എങ്ങനെ വരുന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണത്.